Good afternoon. Good afternoon, ma'am. Okay, ma'am. Good afternoon, all. Start the class. Prayer. Thank you, God, for giving me a mind that can know and a heart that can love. Help me to stay focused on my studies and encourage me when learning is difficult that I may grasp the truth that is held out before me. Grant me the grace to put my knowledge to use in building the kingdom of God on earth. Salutations to you, O God, who is the goodness. Signing and thought of the day prepared. Okay, shall we paranoid? Sign in Paretama. Okay, Good morning, one and all present here, our respected Abarna ma'am and my dear friends who have joined here. May I take this opportunity to welcome you all, and I am wishing a good listening to our new session. Thank you all. Good afternoon, everyone. A motivational story for today is about a beggar who changed his thinking and became a successful businessman. He realized that he had something to offer, his flowers, and used that to transform his life. This illustrates that our perspective and choice can lead to positive change, even in difficult circumstances. A beggar innately focused on receiving encountered a man who emphasized giving and receiving. The beggar, inspired, started offering flowers in exchange for money, which led to a successful flower business. This story highlights the power of shifting one's mindset from a place of lack to one of abundance and opportunity. It demonstrates that even small actions, when coupled with a change in perspective, can lead to significant positive change. You are braver than you believe, stronger than you seem, and smarter than you think. Thank you so much. Okay. Last class, social development കുറിച്ചിട്ടാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ്? നമ്മളൊരു നല്ലൊരു ഇൻഡിവിജ്വൽ സൊസൈറ്റിക്ക് വേണ്ട ഒരു യൂസ്ഫുൾ മെമ്പർ ആക്കി മാറ്റുക എന്നതാണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, മീനിങ് ആയിട്ട് പറയുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോ അവൻ സോഷ്യലബിൾ ആണോ? കുട്ടി ജനിക്കുമ്പോ ആണോ? അല്ലാലോ, അല്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ സോഷ്യലബിൾ അല്ല. ത്രൂ ഇന്ററാക്ഷനിലൂടെയാണ് അവൻ സോഷ്യലൈസേഷനിലേക്ക് കടക്കുന്നത്. ഫസ്റ്റ് ആ ഒരു റെസ്പോൺസ്, കുട്ടിയുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാം? ട്രൂ സ്മൈൽ ഉണ്ടല്ലോ, ഒരു ചിരിച്ച ആ സോഷ്യൽ സ്മൈൽ, അതിൽ നിന്നാണ് സോഷ്യലൈസേഷന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫൻസി എന്ന് നോക്കാം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, അറ്റ് ബർത്ത് ഇൻഫന്റ് ആർ നോട്ട് സോഷ്യലബിൾ. ഒരു കുട്ടി ജനിക്കുമ്പോ എങ്ങനെയാണ്? ആ കുട്ടി സോഷ്യലബിൾ ആണോ? അല്ല, നോ സോഷ്യലബിൾ ആണ്. എത്ര ആഴ്ചയൊക്കെ ആവുമ്പോഴാണ് ഒരു കുട്ടി ഒന്ന് ചിരിച്ചൊക്കെ തുടങ്ങുന്നത്? ഒരാഴ്ചയൊക്കെ ആവണം, 6 weeks ഒക്കെ ആവണം ഒന്ന് ചിരിക്കാനായിട്ട്. നമ്മളൊക്കെ പാരന്റ്സ് ആയവർക്ക് അറിയാൻ പറ്റും. അവർക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ആ കുട്ടി ഒന്ന് ചിരിച്ചൊന്ന് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ കളിപ്പിക്കുമ്പോ അവരൊന്ന് ചിരിക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. At around the age of 6 weeks, ഒരു 6 ആഴ്ചയോട് അടുക്കുമ്പോൾ a true social smile in response to the persons appear. ഒരു ട്രൂ സോഷ്യൽ സ്മൈൽ അപ്പിയർ ചെയ്യും. അത് കുട്ടി ആരെയാണ് കോമൺ ആയിട്ട് കാണുന്നത്? ചിലപ്പോൾ അമ്മനെ കാണുമ്പോഴായിരിക്കും ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾ അച്ഛന്മാരെ കാണുമ്പോൾ ചിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരെ കാണുമ്പോ റിപ്പീറ്റ് ആയിട്ടൊക്കെ കാണുമ്പോൾ അവരെ കാണുമ്പോൾ എന്തെങ്കിലും ചിരിക്കും. ആൻഡ് ദിസ് ഈസ് കൺസിഡർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് ദ സോഷ്യലൈസേഷൻ. ഈ ട്രൂ സ്മൈൽ ആണ് നമ്മൾ സോഷ്യലൈസേഷന്റെ ബിഗിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്? ഈ ട്രൂ സ്മൈൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഷ്യലൈസേഷന്റെ ബിഗിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 2 to 3 months, infant can identify the people from inanimate object and recognize its mother and are unhappy on separation. 2 മുതൽ 3 മാസമൊക്കെ ആവുമ്പോൾ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും? അവന് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. പീപ്പിൾസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും.
അവരുടെ അമ്മേനെ തിരിച്ചറിയാൻ പറ്റും. ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും അവരുടെ അമ്മേനെ അവർക്ക് കണ്ടാൽ മനസ്സിലാവും. അതേപോലെ അൺഹാപ്പി ഓൺ സെപ്പറേഷൻ, അമ്മേനെ കാണാണ്ടാവുമ്പോൾ അത് ഭയങ്കര വിഷമാവും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അൺഹാപ്പി ഓൺ സെപ്പറേഷൻ ഏത് ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ്? സെപ്പറേഷൻ ആൻസൈറ്റി. അത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈൻഡ് ചെയ്യണേ. 2 to 3 months ആകുമ്പോഴേക്കും കുട്ടികളെ പീപ്പിൾസിനെയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും. പിന്നെ അവരുടെ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ അമ്മയെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അൺഹാപ്പി ഫീൽ ചെയ്യും. ഒരു 4 to 5 monthsലേക്ക് അടുക്കുമ്പോൾ they react differently to scolding and smiling face, to friendly and to angry voice. ചില സമയത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകളായിരിക്കും. ചിലപ്പോൾ സ്മൈൽ ചെയ്യും, ചിലപ്പോൾ ഫ്രണ്ട്ലി ആയിരിക്കും, ചിലപ്പോൾ ആംഗ്രി വോയിസ് ഒക്കെ കാണിക്കുക. അങ്ങനെ വരും ഒരു 4 to 5 മാസത്തിനുള്ളിൽ. ഇനി 6 മുതൽ 7 മാസത്തിലാണ് കുട്ടികൾ സ്ട്രേഞ്ചേഴ്സിനെ ഫ്രണ്ട്സിനെയും തിരിച്ചറിയുന്നത്. The baby distinguish between strangers and friends and strangers. അത് ഏത് ഇയറിലാണ്? ഒരു 6 to 7 monthsലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? സ്ട്രേഞ്ചേഴ്സിനെയും അതേപോലെ തന്നെ ഫ്രണ്ട്സിനെയും തിരിച്ചറിയുന്നത്. By smiling at a former and showing ear in the presence of light. അപ്പൊ അവര് സ്മൈൽ ചെയ്യാൻ തുടങ്ങുന്നു, അതേപോലെ തന്നെ ഒരു ഷോയിങ് ഹിയർ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. പിന്നീട് അവരെ കാണുമ്പോ മനുഷ്യളെ പോലെ പെരുമാറുന്നു. 8 to 9 months ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മൾ എന്തൊക്കെ കാണിക്കുന്നു അതെല്ലാം തിരിച്ച ഒരു ജസ്റ്റേഴ്സും സിമ്പിൾ ആക്ടിൽ നമ്മൾ കാണിക്കുമ്പോൾ അത് തിരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. 8 മുതൽ 9 മാസത്തിനുള്ളിൽ കുട്ടികൾ എന്ത് ചെയ്യും? സ്പീച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം തിരിച്ചു പറയും. ഇപ്പൊ നമ്മളിപ്പോ അമ്മ എന്ന് പറഞ്ഞ് ശീലിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ആദ്യം സംസാരിക്കുന്നത് എന്താണ്? അമ്മ എന്നായിരിക്കും. ഓക്കെ. 12 months ഒക്കെ ആകുമ്പോഴേക്കും the baby react to warning like no വാണിങ്സ് ഒക്കെ തരാൻ തുടങ്ങും. നോ വാണിങ്സ് എന്ന് പറയുമ്പോൾ നോ തന്നെ പറയണമെന്നില്ല. നോ വേണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോഴേക്കും നോ പറയാറുണ്ട്, വേണ്ട എന്നുള്ളൊരു മീനിങ്ങിൽ അതിങ്ങനെ ആക്കാറുണ്ട്. അതാണ് നോ വാണിങ്സ് കൊടുക്കും. അപ്പൊ ടൈം വേണം കേട്ടോ. 8 മുതൽ 9 മാസത്തിലാണ് ബേബി ട്രൈ ടു ഇമിറ്റേറ്റ് സ്പീച്ച് എങ്കിൽ 12 months ഒക്കെ ആകുമ്പോഴേക്കും എന്താണ്? വാണിങ്സ് ലൈക്ക് നോ വാണിങ്സ് ഒക്കെ പറഞ്ഞോളൂ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആ പീരീഡുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇൻഫന്റ് ജനിക്കുമ്പോ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് സോഷ്യലബിൾ അല്ല. ത്രൂ ഇന്ററാക്ഷൻസും കോൺടാക്റ്റിലൂടെയുമാണ് പാരന്റ്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ടുള്ള കോൺടാക്റ്റിലൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് മാറുന്നത്. ഒരു സോഷ്യലൈസേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബിഗിനിങ് എന്ന് പറഞ്ഞാല് ത്രൂ സ്മൈൽ ആണ്. ആദ്യം ആ ഒരു സ്മൈലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. 2 to 3 months എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഫന്റിന് ഐഡന്റിഫൈ ദ പീപ്പിൾസ്, അതേപോലെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റെക്കഗ്നൈസ് ഹിസ് മദർ, അവരുടെ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അൺഹാപ്പി ഓൺ സെപ്പറേഷൻ, അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് അൺഹാപ്പി ഫീൽ ചെയ്യും. അതേപോലെ ആംഗ്രി വോയിസ്, സ്മൈലിംഗ് ഫേസ്, ഫ്രണ്ട്ലി, അങ്ങനെ ഓരോ ആക്ഷൻസും റിയാക്ട് ചെയ്യാനായിട്ട് കുട്ടികൾ തുടങ്ങും. പിന്നെ 6 to 7 മാസം ആകുമ്പോഴേക്കും കുട്ടികൾ ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. 8 to 9 monthsലേക്ക് ബേബി ട്രൈ ടു ഇമിറ്റേറ്റ് സ്പീച്ച്. അത് എന്താണ് നമ്മൾ പറയുന്നത്? തിരിച്ച് അതേ രീതിയിൽ തന്നെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. പിന്നെ 12 months ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ നോ വാണിങ്സ് ഒക്കെ പറഞ്ഞോളൂ. Then moral development. ഇനി moral development begins ഏത് സ്റ്റേജിലാണ്? സെക്കൻഡ് ഇയർ ഓഫ് ദ ലൈഫ് ആണ്. In everyday context with the attachment figures. ഇനി during the preschool years, 8 to 3 to 6, നമ്മൾ preschool കുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് 3 to 6 years ആണ്. Children continue to be socialized to learn the value and the behavior expected by their family. അപ്പൊ കുട്ടികൾ സോഷ്യലൈസ് ആയിക്കൊണ്ടിരിക്കണം. അവരുടെ വാല്യൂസും ബിഹേവിയറും എല്ലാം അവര് ഫാമിലി എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂസും ബിഹേവിയർ ഒക്കെ അവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഷെയറിങ്, helping, playing together, and quickly setting disputes with words, and restarting implies are some of the behaviors children learn from attentive parents and other adults during the preschool years. Preschool കുട്ടികൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഷെയറിംഗ് ഹാബിറ്റ്സ് പഠിക്കുന്നുണ്ട്, ഹെൽപ്പിംഗ് ഹാബിറ്റ്സ് പഠിക്കുന്നുണ്ട്, ഒരുമിച്ച് കളിക്കാനായിട്ട്, സംസാരിക്കാനായിട്ട്,
ഡിസ്പ്യൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേർഡ്സ് വെച്ച് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാനും വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാനും ഇതെല്ലാം കുട്ടികൾ പ്രീ സ്കൂൾ ഏജിൽ പഠിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല അറ്റൻറ്റീവ് ആയിട്ടുള്ള പാരന്റ്സും അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സും അതേപോലെ അഡൽട്സിന്റെ സൂപ്പർവിഷനാണ്. ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇമ്പോർട്ടന്റ് ആൻഡ് ബിസി സോഷ്യൽ പീരിയഡ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് ഏത് 3 to 6 എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ ഇത്രയും നാള് ഫാമിലി മെമ്പേഴ്സ് മാത്രമായിരുന്നു അവരുടെ കോണ്ടാക്ട്. ദെൻ അവര് പുറത്തേക്ക് കുറച്ചും സോഷ്യലബിൾ ആവുന്ന ടൈമാണ് ഏത് 3 to 6 years എന്ന് പറയുന്നത്. ബൈ ദ എൻഡ് ഓഫ് ദിസ് important and busy social period, children will have attained many important understanding that will serve them as they grow older and come across increasingly complex social situation the course of middle childhood and adolescence. Then അവര് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നതിന് ഗ്രോ ചെയ്യും. നമ്മള് പീരീഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഏതാണ് ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ്. അപ്പൊ ഈ ഒരു സമയത്ത് കൂടുതൽ കുറച്ചും കൂടി സോഷ്യലബിൾ ആവുന്നപ്പോഴാണ് മിഡിൽ ചൈൽഡ്ഹുഡും അതേപോലെ തന്നെ അഡോൾസന്റ് ഏജിലേക്കൊക്കെ എത്തുമ്പോഴാണ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസിലേക്ക് അവർ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. ഇനി അറ്റ് ഏജ് ചിൽഡ്രൻസ് ആർ നോട്ട് എറ്റ് ഫുള്ളി സിവിലൈസ്ഡ്. നമുക്ക് പറയാൻ പറ്റില്ല ഒരു 6 വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടികൾ ഫുള്ളായിട്ട് സിവിലൈസ്ഡ് ആയി അല്ലെങ്കിൽ ഫുള്ളായിട്ട് എന്താണ് സോഷ്യലബിൾ ആയി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് കോർ ഓഫ് കൺസിഡറേഷൻ ആൻഡ് സെൽഫ് റിസ്ട്രെയിന്റ് can be seen in children whose attachment in infancy has been safe and whose socialization during preschool years was given by a warm and loving parents. നമ്മൾ കുട്ടികളെ സിവിലൈസ്ഡ് ആവുകയെന്ന് പറയാം, ഫുള്ളായിട്ട് സിവിലൈസ്ഡ് ആയിട്ടുണ്ടാവില്ല, എന്നാലും കുട്ടികളെ എപ്പോഴും എല്ലാ കാര്യത്തിനും ആരെ അറ്റാച്ച് ചെയ്യുന്നത്, പാരന്റ്സിനെ അറ്റാച്ച് ചെയ്യുന്നത്. ആ ഒരു അറ്റാച്ച്മെന്റ് കുറഞ്ഞ് അവർക്ക് സ്വന്തം കാര്യങ്ങൾ സ്വയമേ ചെയ്യാനും കുറച്ചും കൂടി സോഷ്യലബിൾ ആവാനും അവർ മാറി, അങ്ങനെയായി മാറി. These are the parents who have high but considerable maturity expectation. നമ്മുടെ പാരന്റ്സിനുണ്ട് കുട്ടികൾക്ക് ഒരു മെച്യൂരിറ്റി ഇന്ന ഏജിൽ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന ഏജില്. അപ്പൊ അത് അവരെ ഒരു സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ അവര് അതിനനുസരിച്ച് എന്ത് ചെയ്തോളും, അറ്റൈൻ ചെയ്തോളും. ത്രൂ ഒബ്സർവേഷൻസ്, പ്ലേയിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങളും അക്വയർ ചെയ്യുന്നത്. കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഷെയറിങ് ഹാബിറ്റ്സ്, എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ ഫെയിലിയർ എന്താണെന്ന് കുട്ടികൾ പഠിക്കുന്നത്, എന്താണ് ഒരു ഗെയിം ഒക്കെ കളിക്കുന്നതിലൂടെ. കാരണം എന്താണ് അവർ ചെറുപ്പത്തിലെ ഫെയിലിയർ ഫേസ് ചെയ്ത് വളർന്നു വരുന്ന കുട്ടികൾ വലുതാവുമ്പോൾ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാലും അത് ടേക്ക് ഇറ്റ് ഈസി, സിമ്പിൾ ആയിട്ട് എടുക്കും. അതല്ല ഫെയിലിയറിനോടുള്ള ഭയം കുറവായിരിക്കും. എക്സ്പ്ലെയിൻ ദ എഫക്ട്സ് ഓഫ് ചൈൽഡ് ബിഹേവിയർ അതേഴ്സ്. അതുപോലെ തന്നെ നമ്മള് കുട്ടികളുടെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കണം. ഹു കോൺസെൻട്രേറ്റ് മോർ ഓൺ ടീച്ചിങ് വാട്ട് ടു ഡു റാദർ ദാൻ ഓൺ വാട്ട് നോട്ട് ടു. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ സിവിക് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതേപോലെ സോഷ്യൽ എന്താ പറയാ പബ്ലിക് പ്രോപ്പർട്ടീസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യണം, പബ്ലിക് അസറ്റ്സ് ഒന്നും നമ്മൾ കേടുപാടുകൾ വരുത്തരുത് എന്നെല്ലാം കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏജിൽ പറഞ്ഞു കൊടുക്കണം. ഒന്ന് വായിച്ചു നോക്കി. സോഷ്യലൈസേഷന്റെ ഡെഫിനിഷൻ നമ്മുടെ ടെസ്റ്റിൽ ഇല്ലാത്ത, അതുകൊണ്ട് ഞാൻ തരാത്തത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സോഷ്യൽ ഡെവലപ്മെന്റ് എടുക്കുന്ന സോഷ്യലൈസേഷൻ ചുമ്മാ ജസ്റ്റ് ഒരു ബാർ ഇട്ടിട്ട് എഴുതി വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കട്ടെ. ആ പോയിന്റ്സും ആ ഒരു പാരഗ്രാഫ്. പോയിന്റ്സ് ഏതിനോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് നല്ല രീതിയിൽ ഒന്ന് വായിക്കാം കേട്ടോ.
ആ പോയിന്റ്സ് വായിച്ചു കഴിഞ്ഞിട്ട് 7 പോയിന്റ്സ് ഇല്ലേ, അത് വായിച്ചു കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. കഴിഞ്ഞു. ഇനി ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷൻ. നമുക്കറിയാം സോഷ്യലൈസേഷൻ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. അപ്പൊ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് വൈറ്റൽ ഏജൻസി, സോഷ്യലൈസേഷൻ ഏറ്റവും പ്രൈമറി ഏജൻസി ആര് തന്നെയാണ്? ഫാമിലി തന്നെയാണ്. അതേപോലെ തന്നെ സൈസ് ഓഫ് ദ ഫാമിലി വളരെ ഇൻഫ്ലുവൻസിങ് ആണ്. കാരണം ലാർജ് എന്താ പറയാ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ അവിടെ കൂടുതൽ കുട്ടികൾ കുറെ കാര്യങ്ങൾ കുറെ വാല്യൂസ് കൊണ്ട് പഠിക്കും. ഷെയറിംഗ് ഹാബിറ്റും ഹെൽത്തിങ് ഹാബിറ്റ്സും റെസ്പെക്ടിങ് എൽഡേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ജോയിന്റ് ഫാമിലിയിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഫൗണ്ടൻസ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ബോണ്ട് അതെങ്ങനെയാണ്? ബോണ്ട്നെസ് എന്നായിരിക്കണം. ബോണ്ട് എങ്ങനെയാണ് എന്നുള്ളതും പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടികൾ ഇപ്പൊ പാരന്റ്സ് കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്സ് കാര്യങ്ങള്, ഫാമിലി മെമ്പേഴ്സ് കുട്ടികളോട് എങ്ങനെയാണ് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇനി റിലേഷൻ എമംഗ് ദ പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്രേക്കിംഗ് ഓൺ ഇൻ ടു സെപ്പറേഷൻ, അവർ സെപ്പറേറ്റഡ് ആവുകയാണെങ്കിൽ അത് കുട്ടികളെ ബാഡായിട്ട് അഫക്ട് ചെയ്യും. പാരന്റ്സ് തമ്മിൽ ഫൈറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം പാരന്റ്സ് തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഒക്കെ ആണെങ്കിൽ അത് കുട്ടികളെ എന്താ കുറച്ചും കൂടി സോഷ്യലൈസേഷൻ പ്രോപ്പർ ആവാനായിട്ട് അത് അലൗ ചെയ്യില്ല. കുറച്ചും കൂടി ഉൾവലിഞ്ഞ ഇൻട്രോവേർട്ടഡ് ടൈപ്പ് ആയിരിക്കും കുട്ടികളാവുന്നത്. അതേപോലെ സെപ്പറേറ്റഡ് പാരന്റ്സ് ആണെങ്കിലും അത് കുട്ടീനെ വളരെ മോശമായിട്ട് തന്നെ അഫക്ട് ചെയ്യും. കാരണം കുട്ടിക്ക് 2 പേരുടെയും കെയർ കിട്ടുന്ന സമയത്ത് മേ ബി ഒരാളുടെ മാത്രമായിരിക്കും കെയർ കിട്ടുന്നത്, അല്ലെങ്കിൽ 2 പേരുടെയും കെയർ ഉണ്ടാവില്ല. മേ ബി ഗ്രാൻഡ് പാരന്റ്സിന്റെ അവര് താമസിക്കുന്നത്. അപ്പൊ അത് ഒരു പ്രോപ്പർ ആയിട്ട് സോഷ്യലൈസേഷൻ അക്യൂർ ചെയ്യാനായിട്ട് പറ്റില്ല. ആ പീരീഡിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡാണ്. ഡെത്ത് ഓർ ഡിവോഴ്സ്, ഡെത്തോ അല്ലെങ്കിൽ ഡിവോഴ്സോ വരാണെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ മാൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദി ചൈൽഡ്, കുട്ടി ഇങ്ങനെയെല്ലാം സംഭവിക്കുകയാണെങ്കിൽ കുട്ടി പെട്ടെന്ന് നമ്മുടെ സോഷ്യൽ സെറ്റിംഗ്സിൽ അഡ്ജസ്റ്റബിൾ ആവില്ല. പെട്ടെന്ന് അവർക്ക് ദേഷ്യവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും, ഫ്രസ്ട്രേഷൻസ് വരും, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്. സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, ദ കസ്റ്റംസ് ആൻഡ് ദ ട്രഡീഷൻ, കൾച്ചർ, വാല്യൂ, ഐഡിയ എക്സെട്ര ഓഫ് ദി ഫാമിലി ഓൾസോ ഇൻഫ്ലുവൻസ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്. അതേപോലെ തന്നെ ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളാണ് സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലിയുടെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, ഹൈ ക്ലാസ് ആണോ ലോ ക്ലാസ് ആണോ സ്റ്റാറ്റസുകൾ. അതേപോലെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, അവര് ഫോളോ ചെയ്യുന്ന കസ്റ്റംസും ട്രഡീഷനും ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൾച്ചർ, അവരുടെ കൾച്ചർ, വാല്യൂസ്, അവർ കൊടുക്കുന്ന ഓരോ റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന വാല്യൂസ്, അവരുടെ ഐഡിയാസ്, ഫാമിലിയുടെ ഐഡിയാസ് ആയിരിക്കും കുട്ടികളിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെല്ലാം സോഷ്യൽ ഡെവലപ്മെന്റിനെ വളരെയധികം, ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ആര്? ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫാമിലിയാണ് സോഷ്യലൈസേഷന്റെ പ്രൈമറി ഏജൻസി. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത് ആരാണ്? ഫാമിലിയാണ്. സൈസ് ഓഫ് ദ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജോയിന്റ് ഫാമിലി ആണോ ന്യൂക്ലിയർ ഫാമിലി ആണോ? ജോയിന്റ് ഫാമിലി ആണെങ്കിൽ അവിടെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. കാരണം ഇപ്പൊ പാരന്റ്സ് വർക്കിംഗ് ആണെങ്കിൽ പോലും കുട്ടികളെ നോക്കാനും ശ്രദ്ധിക്കാനും ആരുണ്ടാവും? ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഗൈഡൻസിൽ അവർ നല്ല രീതിയിലായിരിക്കും വളർന്നു വരുന്നത്. ഇനിയിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു, ന്യൂക്ലിയർ ഫാമിലി ആണ്, മേ ബി ന്യൂക്ലിയർ ഫാമിലിയുടെ കേസിലാണെങ്കിൽ കെയർ ടേക്കർ ഉണ്ട് വിചാരിക്കും. കുട്ടിക്ക് ഒരു കെയർ ടേക്കറിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്താലും എത്രയെന്ന് വെച്ചാൽ അമ്മയുടെയും അച്ഛന്റെയും ആ ഒരു കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം കെയർ ടേക്കർ ആരാവട്ടെ നമ്മള് പാരന്റ്സ് നോക്കുന്ന പോലെ കുട്ടികളെ നോക്കണം എന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നം എവിടെയുണ്ട്? സൈസ് ഓഫ് ദ ഫാമിലീസിലുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും കുട്ടികളെ എന്താണ് നമ്മള് ഗ്രാൻഡ് പാരന്റ്സും അതേപോലെ ആ ഒരു ബോണ്ടും അച്ഛൻ പാരന്റ് എന്താ പറയാ ഗ്രാൻഡ് പാരന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ പാരന്റ് അനുസരിക്കുമ്പോൾ അവര് കണ്ടുപഠിക്കുകയാണ്. എന്താണ് പറയുന്നത് അത് കറക്റ്റ് ആണെങ്കിൽ അത് നമ്മളും അനുസരിക്കണം. അതേപോലെ മുതിർന്നവരെ ഗ്രാൻഡ് പാരന്റ്സിന് അച്ഛൻ റെസ്പെക്ട് ചെയ്തത് കണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ മുതിർന്നവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാവും കുട്ടികൾക്ക്. ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഷെയറിംഗ് ഹാബിറ്റ്, ഇപ്പൊ സൈസ് ഓഫ് ദ ഫാമിലി കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ അവിടെ ഒരു ചെറിയൊരു മിഠായി കിട്ടിയാൽ പോലും ചിലപ്പോൾ അത് എന്താണ് പീസാക്കിയിട്ട് ഷെയർ ചെയ്യായിരിക്കും. അപ്പൊ ഒരു കുട്ടികൾ ചെറുപ്പത്തിൽ അതെന്താണ് ഷെയറിംഗ് ഹാബിറ്റ്സ് എന്താണ് എന്ന് മനസ്സിലാക്കിയായിരിക്കും അവർ എന്ത് ചെയ്യുന്നത് വളർന്നു വരുന്നത്.
ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫാമിലിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഒരു സോഷ്യലൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്താണ്, ഫാമിലിയാണ്. ഇഷ്മി ഒന്ന് വായിക്കോടാ ഫാമിലി. The family is the most vital primary agency for socialization of the child. The size of the family, fondness among the members of the family, attitude of the parents and family members towards the child, friction among parents and break owing to separation, death or divorce, end in emotional instability and social maladjustment of the child, socio-economic status, the customs and traditions, culture, values, and ideas, etc., of the family also influence the social development of the child. ഓക്കെ, ഇനി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് പിയർ ഗ്രൂപ്പ്. ശരിയല്ലേ? കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഫാക്ടറാണ് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ എന്താ പറയാ, നമ്മൾ സൊസൈറ്റിയിലേക്ക് ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കും. അതേപോലെ തന്നെ നമ്മുടെ പിയർ ഗ്രൂപ്പാണ് നമ്മുടെ പല റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഫ്രണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ അച്ചീവ്മെന്റ്സിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളൊരു അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പ് ഒരിക്കലും റിലേഷൻഷിപ്പ് അല്ല, അതൊരു പ്രത്യേക ബോണ്ടാണ്, പ്രത്യേക റിലേഷൻഷിപ്പാണ്. പിന്നെ അപ്രൂവല്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അപ്രൂവ് ചെയ്യുന്നു. ബിലോങ്നെസ്, നമ്മളുടെ കൂടെ എപ്പോഴും അവരുണ്ട്. ഏതൊരു സിറ്റുവേഷനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നല്ല കോൺഫിഡൻസ് ആണ്. പിന്നെ റെക്കഗ്നൈസേഷൻ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അത് കറക്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അവർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. എക്സ്പ്രഷൻ ഓഫ് തോട്ട്സ്, തോട്ടാണ് കേട്ടോ. തോട്ട്സ്, നമ്മുടെ ഒപ്പീനിയൻ തോട്ട്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മള് എന്താണ് കുറച്ചും കൂടി സോഷ്യൽ ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ തന്നെ ലവിങ്, അഫെക്ഷൻ, കെയറിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ കൂടെ എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് ആ ഒരു കുട്ടിയുടെ ഒരു നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, ആ കുട്ടിയുടെ ഓവറോൾ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾ തമ്മിൽ നല്ല രീതിയിൽ കളിക്കാനൊക്കെ പോകും, പുറത്തൊക്കെ പോകുന്നു, ഇപ്പൊ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്താവട്ടെ. അപ്പൊ ചെറിയ ചെറിയ തോൽവികൾ അവർക്ക് ഉണ്ടാവും. ചെറിയ തോൽവികളൊക്കെ ചെറുപ്പത്തിലേ അവർ ശീലിക്കുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി തോൽക്കുന്നത് അത്ര വലിയ പ്രശ്നമല്ല. കാരണം എന്താണ്, തോറ്റാൽ നമുക്ക് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും നമുക്ക് കളിച്ച് ജയിക്കാലോ എന്നുള്ള തിങ്കിങ് വരും. കാരണം എന്താണെന്നറിയാവോ, പറയാം, കഴിഞ്ഞ ഇത് എന്താണ് ബോർഡ് എക്സാം ഉണ്ടായല്ലോ. ആ ബോർഡ് എക്സാമിന്റെ സമയത്ത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു കേട്ടോ. അപ്പോ ആ കുട്ടിയുടെ ഫ്രണ്ട്സ് എനിക്ക് പരിചയമുള്ള കുട്ടികളായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ജസ്റ്റ് എക്സാം എന്താണ് നെക്സ്റ്റ് ഡേ ആണെങ്കിൽ തലേന്നാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ പറഞ്ഞു അവൻ എക്സാം പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. മാർക്ക് കുറവായിരുന്നോ? അപ്പൊ എന്നോട് ആ കുട്ടി പറഞ്ഞതാണ് എന്നെ ഞെട്ടിച്ചത്. കാരണം അവൻ ഫുൾ എ പ്ലസ് ആണ് ചേച്ചി, 10th ഫുൾ എ പ്ലസ് ആണ്, +1 ഫുൾ എ പ്ലസ് ആണ്. പ്ലസ് ടുവിൽ അവന് ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് എക്സാമിന്റെ തലേന്നാണ് ഈ കൊച്ച് പേടി കാരണം എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു. കാരണം ഒരു ഭാഗത്തും ചിന്തിച്ചാൽ ശരിക്കും പാരന്റ്സും സ്കൂളും അവന് ഒരുപാട് കമ്പൽ ചെയ്യുന്നായിരുന്നു, ഒരുപാട് ഓവർ എക്സ്പെക്ടേഷൻ ആയിരുന്നു. അവൻ ഫുൾ എ പ്ലസ് ആയിരിക്കും എന്ന് പാരന്റ്സിന്റെയും അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും ഓവർ എക്സ്പെക്ടേഷൻ കാരണമാണ്. അത് അവനൊക്കെ ഫേസ് ചെയ്യാൻ പേടി. അവനെങ്ങനെ എ പ്ലസ് മാറിയത് എ ആവോ എന്നുള്ളൊരു ഭയം, ഫെയിലിയറിനെ പേടിച്ചിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്തത്, ആത്മഹത്യ ചെയ്തത്. അല്ലെങ്കിൽ ഇന്ന് നല്ല കുട്ടിയായിട്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കോഴ്സ് ഒക്കെ എടുത്ത് പുറത്തെടുത്ത് പോകേണ്ട കുട്ടിയാണ്. അത്രയും നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഫിനാൻഷ്യലി ഫാമിലി വൈസ് ആണെങ്കിൽ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആണ് അവരുടെ ഫാമിലി. പക്ഷെ എന്താണ് ഓവർ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാല് അവൻ ഫെയിലിയർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവൻ ചെറുപ്പത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th ഇപ്പം +1 വരെ അവനായിരുന്നു ക്ലാസ് ഫസ്റ്റ്, സ്കൂൾ ഫസ്റ്റ്, എല്ലാം അവനായിരുന്നു. അപ്പൊ അവൻ ഫെയിലിയർ എന്താന്ന് അവൻ അറിഞ്ഞിട്ടില്ല. നമ്മള് കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ എന്താണ് ഫെയിലിയർ എന്നറിയിച്ച് തന്നെ വളർത്തണം. അല്ലാതെ എപ്പോഴും ഫുൾ റാങ്ക് വേണം, എപ്പോഴും ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നാണ് നിർബന്ധം നമ്മൾ പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാല് ആയിക്കോട്ടെ കുഴപ്പമില്ല, വീണ്ടും നമുക്ക് പാസ്സാക്കാൻ അല്ലെങ്കിൽ വീണ്ടും എഴുതിയെടുക്കാലോ. ചില എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വന്നോ, നമ്മൾ ഉണ്ട് എന്നൊരു ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റണം.
അതേപോലെ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ നമ്മൾ ഫെയിലിയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ ഫ്രണ്ട്സ് ഈ ഗെയിം സ്പോർട്സ് കാര്യങ്ങളൊക്കെ പങ്കെടുക്കുമല്ലോ, അപ്പൊ അവർ ഫെയിലിയർ ആവുമ്പോൾ എന്താണ് അവർക്ക് അറിയാം നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നമുക്കത് ക്യാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നെക്സ്റ്റ് ഗെയിമിൽ നമുക്ക് ഫസ്റ്റ് വിൻ ചെയ്യാം. ആ ഒരു ചെറിയ ഫെയിലിയേഴ്സ് ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഫെയിലിയേഴ്സ് നമ്മൾ എന്താണ് മോട്ടിവേറ്റ് ചെയ്യും. അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. നോക്കാം, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ആരാ വായിക്കുന്നേ? ഇവിടെ പിയർ ഗ്രൂപ്പ്സ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് പോയിന്റ് വായിക്കാം. Peer group. Child is introduced to the social world outside his family in many circumstances. The peer group satisfy different requirements of the children, such as acceptance, achievement, affection, approval, belongingness, recognition, expression of true opinion, etc. The child pick up the habits and social qualities of his companions. ഓക്കെ. അപ്പോ ചൈൽഡ് ഒരുപാട് കാര്യങ്ങൾ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അക്യൂർ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ പറഞ്ഞ പോയിന്റ്സുകൾ കേട്ടോ. അതേപോലെ ഒരു കുട്ടി അവരുടെ കമ്പാനിയനിൽ നിന്ന് ഒരുപാട് ക്വാളിറ്റീസ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അക്യൂർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ആള് ഭയങ്കര ഷെയറിങ് ഹാബിറ്റ് ഉള്ള ഒരു കുട്ടിയാണ്. നമുക്കിപ്പോ ചോക്ലേറ്റ് ആണെങ്കിൽ പോലും അവിടെ ഹാഫ് ആക്കിയിട്ട് നമുക്ക് അത് ഷെയർ ചെയ്ത് തരും. അപ്പൊ എനിക്ക് പിന്നീട് ചോക്ലേറ്റ് ഒക്കെ കിട്ടുമ്പോൾ ഞാനത് ഹാഫ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ എന്താണ്, അവളുടെ ഒരു സോഷ്യൽ ക്വാളിറ്റി എനിക്ക് പാസ് ചെയ്തു. അതേപോലെ ആരെങ്കിലും ഫുഡ് നമ്മളെങ്കിലും കഴിക്കുന്നതിനേക്കാൾ മുമ്പ് കഴിച്ചോ എന്ന് ചോദിക്കും. ചില ആൾക്കാർ നമ്മളോട് ഭയങ്കര രസമാണ്. ചില ഞാൻ വർക്ക് ചെയ്തിരുന്നിട്ട് ഒരു എന്താ പറയാ, ഞങ്ങൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ ആള് മുസ്ലിം കാറ്റഗറിയാണ്, മുസ്ലിമാണ്. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചോ എപ്പോഴും ചോദിക്കും, കഴിച്ചോ ഫുഡ് കഴിച്ചോ അത് നമ്മളോട് ചോദിക്കണം. കോമൺ ആയിട്ട് ടൈം ആവുമ്പോൾ നമ്മളോട് ചോദിക്കണം. അപ്പൊ എന്താണ്, നമ്മൾ ഫുഡ് കഴിച്ചോ എന്ന് ആളൊരാളെ വെറി ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും ഒരു ക്വാളിറ്റിയാണ് മറ്റുള്ളവർ കഴിച്ചോ, അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ കഴിച്ചോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ആള് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു ഫ്രണ്ടിനെയാണ് നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ അത് അവന്റെ ക്യാരക്ടറിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി റോൾ ഓഫ് ടീച്ചർ എന്താണ്, സോഷ്യലൈസേഷനിൽ നമ്മൾ ഓരോരുത്തരുടെ റോള് എന്ന് നോക്കാം കേട്ടോ. ടീച്ചർ ഷുഡ് അറേഞ്ച് ഇൻഫോർമൽ സോഷ്യൽ ഫംഗ്ഷൻ ഇൻ വിച്ച് സ്റ്റുഡൻസ് may comes closer to each other and have an opportunity to understand the interest and the aspiration of each other. നമ്മള് കുട്ടികളിൽ ഇൻഫോർമൽ സോഷ്യൽ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആരാണ്, ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സ് അവരെന്ത് ചെയ്യണം, ഓരോ കുട്ടികളും തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അത് ഓരോരുത്തരും അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ എയിമുകൾ എന്താണ്, അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. അവരുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. Arrange expression and trip to provide more opportunities for informal conversation and close contact. അപ്പോ എന്താണ് എക്സ്പ്രഷൻ, ട്രിപ്സ്, നമ്മളിങ്ങനെ ടൂറൊക്കെ പോയില്ലേ, അതെല്ലാം കുറച്ചും കൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി കൺവീനിയൻസ് ആയിരിക്കും. നമുക്ക് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കൺവീനിയൻസ് ആയിരിക്കും. ക്ലോസ് കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ചിലപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നു, പഠിക്കുന്നു, പോരുന്നു. പക്ഷെ നമ്മളൊരു ട്രിപ്പാണ്, നമ്മളെല്ലാവരെയും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യണം, ആ ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അത് എൻജോയ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും നമ്മൾ കുറച്ചും കൂടി ക്ലോസ് കോണ്ടാക്റ്റുകളാവും. ഓർഗനൈസ് ഗ്രൂപ്പ് ഗെയിംസുകൾ, നമ്മൾ ക്ലാസ്സിൽ ഗ്രൂപ്പ് ഗെയിംസുകൾ ഓർഗനൈസ് ചെയ്യാം. ആൻഡ് അതർ ആക്ടിവിറ്റി ടു ട്രെയിൻ ദ ചിൽഡ്രൻസ് ടു ടേക്ക് പാർട്ട് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. അതേപോലെ മറ്റ് ആക്ടിവിറ്റീസിൽ കുട്ടികളെ എന്ത് ചെയ്യുക, ചെയ്യിക്കാനായിട്ട് ട്രെയിൻ ചെയ്യുക. അപ്പൊ അവർക്ക് കുറച്ചും കൂടി സോഷ്യലബിൾ ആവും. Teachers must make sure that safe and healthy social environment in which the child may enable desirable value of freedom, quality, integrity and honesty. നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് നല്ല സേഫ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സേഫ് എൻവയോൺമെന്റ് ആണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവിടെ അവർക്ക് വേണ്ട ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കണം. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റണം. ഹോണസ്റ്റി, നല്ല സത്യസന്ധരായിട്ടുള്ള കുട്ടികളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും.
അതേപോലെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ക്യാമ്പുകള് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ വിസിറ്റ് ചെയ്യുക, സോഷ്യൽ സർവീസ്, കോമൺ മീൽസ്, എല്ലാവരും ഒരുമിച്ച് ഒരൊറ്റ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ഫീലിംഗ് ഓഫ് ഇക്വാലിറ്റി ആണ്. എന്താണ് ഈക്വലി ആണെന്നൊരു ഫീൽ ആണ് വരുന്നത്. കാരണം അവിടെ ഡിഫറൻസ് ഇല്ല, ഫ്രണ്ട്സ് തമ്മിൽ അവിടെ ഡിഫറൻസ് ഇല്ല. പക്ഷെ കോമൺ മീൽ അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, ഓരോ കുട്ടികളും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു വേർതിരിവ് ഫീൽ ചെയ്യും. സ്റ്റോറി സെൽഫ് സാക്രിഫൈസ് മെയ്ഡ് ബൈ ഗ്രേറ്റ് മെൻ ഫോർ ദ കോസ് ഓഫ് ജനറൽ ഗുഡ്. അതേപോലെ സെൽഫ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടുള്ള കഥകള്, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. May told to children so as they are motivated to rise above prestige gains and work for betterment of humanity. അവര് ഇതെല്ലാം കേട്ട് നല്ല ഇൻസ്പയർഡ് ആയിട്ട് നല്ല കുട്ടികളായിട്ട് വളർന്നു വരട്ടെ. എന്നാൽ മാത്രമാണ് നമുക്ക് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി നല്ലൊരു ഹ്യൂമാനിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെൽഫ് സാക്രിഫൈസ് സ്റ്റോറീസ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്പിറേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ്. അപ്പൊ അതൊക്കെയാണ് ഇൻസ്പിറേഷനുള്ള സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമ്മള് APJ അബ്ദുൽ കലാമിന്റെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. പിന്നെ ആരൊക്കെയാണ് നിങ്ങളുടെ സെൽഫ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ് മെൻസ്, നമ്മൾ കുറച്ചും കൂടി ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവില്ലേ? നിങ്ങൾ ഓരോരുത്തരും ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവില്ലേ? അത് ആരൊക്കെയാണ്? എനിക്കുണ്ട്, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അതേപോലെ നിങ്ങൾക്ക് വലിയ ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തികള് ഹെലൻ കെല്ലർ. ഓക്കെ, ഹെലൻ കെല്ലർ വളരെ ഗുഡ് ആണ്. നെക്സ്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ്. ആർക്കില്ല, ഇൻസ്പിറേഷൻ ഒന്നുമില്ല. നിങ്ങൾ എന്തൊന്നും മിണ്ടാത്ത പിള്ളേരെ? Mahatma Gandhi. Okay, Mahatma Gandhi. Then Mother Teresa. very good. രശ്മിയുടെ ഇൻസ്പയർഡ് ഹീറോസ് ആരൊക്കെയാണ്? പറഞ്ഞവരൊക്കെ തന്നെ അറിയാം. ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെയാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്താലോ? സെൽഫ് സാക്രിഫൈസ് സ്റ്റോറീസ് റിലേറ്റിംഗ് ടു സെൽഫ് സാക്രിഫൈസ് മെയ്ഡ് ബൈ ഗ്രേറ്റ് മെൻ. സെൽഫ് സാക്രിഫൈസ് വേണ്ട, നമുക്ക് വേണ്ടി സ്റ്റോറീസ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ? നെക്സ്റ്റ് ക്ലാസ്സിലേക്കുള്ള ഒരു ആക്ടിവിറ്റി ആണ്. എന്താണ്, ഇവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ശാലിനിയാണ് മദർ തെരേസ അല്ലെ? ഓക്കെ, ആരെ പറഞ്ഞത്? രാജലക്ഷ്മി. ഹെലൻ കെല്ലറിനെ കുറിച്ച് സ്റ്റോറി ചെയ്താ. സുബിത മോൻ പറഞ്ഞത് ഗാന്ധി, മഹാത്മാഗാന്ധി. ഓക്കെ, ഗാന്ധിജിനെ കുറിച്ചല്ലേ? അതെ മിസ്. മോൻ മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ട് സ്റ്റോറി പ്രിപ്പയർ ചെയ്യുമ്പോ ബിഗിനിങ് ടു എൻഡ് വരെയുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അച്ചീവ്മെന്റ്സും പിന്നെ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ആരാ പറയുന്നേ? ലിച്ചി APJ അബ്ദുൽ കലാം എന്ന് എഴുതിയെടുക്കട്ടെ കേട്ടോ. 1 മിനിറ്റ്, ഞാൻ എഴുതിയില്ല, എഴുതട്ടെ 1 മിനിറ്റ്. 1 മിനിറ്റ് ഞാൻ ഓക്കെ കേട്ടോ. 1 മിനിറ്റ്. ആരൊക്കെയാണ്?
രാജലക്ഷ്മി മോനെ പറഞ്ഞത് ആരായിരുന്നു? ഓക്കെ. ശാലിനിക്ക് മാം ശാലിനി മദർ തെരേസ. ഓക്കേടാ. Then സുബിത മഹാത്മാഗാന്ധി. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ആരാ പറഞ്ഞേ? ഞാൻ ലിജി. ലിജി APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് അനില. എനിക്ക് ഒരുപാട് ഇൻസ്പയറേഷൻ ഉള്ള വ്യക്തിയാണ് മറ്റേ 3 Day to See എന്നുള്ളത് ആളുടെ. അത് പക്ഷെ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതിരുന്നേ. ആണോ? ഓക്കെ. മോന് ഇഷ്ടമുള്ള വേറെ ആരെങ്കിലും പറയാം ഇൻസ്പയർഡ് ആയിട്ടുള്ള വേറെ വ്യക്തി? ഇൻസ്പയർ ആയിട്ടുള്ളത് ഓക്കെ. രശ്മി പറഞ്ഞേടെ ഒന്ന് ആലോചിക്കട്ടോ. മലാല യൂസഫ്സായി. മലാല യൂസഫ്സായി. ഓക്കെ. നമ്മൾ അതിനെ കുറിച്ച് സെമിനാർ എടുത്തിട്ടുണ്ടോ? ഏതിന്റെ മാം? ഇല്ല. സെമിനാർ എടുത്തിട്ടില്ല. ഇല്ല ഇല്ല. ഓക്കെ. വേറെ നമുക്കുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിൽ കുട്ടികൾ പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാണ് ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുള്ള അവര് കുട്ടികളോട് തന്നെ ഞാൻ ചോദിച്ചു, അവരെ കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തികളാ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവർക്ക് അങ്ങനെ സെമിനാർ കൊടുത്തത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല? 5 minutes or 10 minutes അതിനുള്ളിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി. ഷെറീന മിസ് ഇപ്പൊ പറയണം, നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എഴുതി കൊണ്ടുവന്നാ മതിയോ? മതി, ഇപ്പൊ പറഞ്ഞാ മതി. ആളുടെ പേര് പറയണം, ആരാണ് ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തി. അല്ലെങ്കിൽ ഇനി ഇത്രയും പേർക്ക് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, സെമിനാർ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി പോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാം, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്കുള്ള ഒരു ആക്ടിവിറ്റി ആണ് എന്ത് ഈ സ്റ്റോറി കേട്ടോ. നമ്മള് എന്താ പറയാ, നമ്മൾ ഗ്രേറ്റ് മെൻസിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ഞാൻ ചിലപ്പോൾ ചോദിക്കുമ്പോ ചിലപ്പോൾ കിട്ടണമെന്നില്ല. നിങ്ങൾക്കിപ്പോ ഞാൻ ആരെങ്കിലും പറഞ്ഞവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരുടെയും രീതി അല്ലെങ്കിൽ പ്രസന്റേഷൻ എന്തായാലും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് നമുക്ക് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ? കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതൊന്നും കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് പാർട്ട് 2ലേക്ക് കടന്നു അല്ലെ. പാർട്ട് 2ൽ എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി? മോക്ക് ടെസ്റ്റ് കിട്ടിയോ? കഴിഞ്ഞ ക്ലാസ്സിലെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് മോക്ക് കിട്ടിയോ? ഇല്ല. ഒന്ന് നോക്കിയിരുന്നോ മോൻ ശനിയാഴ്ച? അല്ലെങ്കിൽ ശനിയാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടോ മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടോന്ന്? കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്തേ. വന്നില്ലായിരുന്നു മാം. വരുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. ആണല്ലേ, അത് വന്നിട്ട് ഇട്ടിട്ടുണ്ടാവില്ല, സാറ്റർഡേ ആയതുകൊണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. അപ്പൊ ഇന്നത്തെ ചാപ്റ്ററിലെ മോക്ക് ടെസ്റ്റ് കൂടി തരാം. ഇനി നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജിയിൽ ഇനി എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റും സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ കേട്ടോ. അപ്പോ നമുക്ക് ഫസ്റ്റ് 3 ചാപ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്താലോ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തും ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റും സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റും ഒന്നും കൂടി റിവൈസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ പാർട്ട് 2 കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾക്കൊരു ടേം എക്സാം ഉണ്ട് കേട്ടോ. അതിനെ കുറിച്ച് ഇൻഫർമേഷൻ എന്തെങ്കിലും അറിഞ്ഞോ? അല്ല ഇപ്പോഴല്ല, ഇപ്പൊ ഒരു 1 മന്തിനുള്ളിൽ അല്ലെങ്കിൽ ഓക്കെ. ടേം എക്സാം ഉണ്ട്. അതിൽ പാർട്ട് 1 പാർട്ട് 2 ആയിരിക്കും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക.
കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതിയതായിരിക്കും പാർട്ട് ഏതായിരിക്കും 2 എന്നായിരിക്കും കേട്ടോ. ഫുൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് പാർട്ട് 2 എന്നായിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മള് എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് 3 യൂണിറ്റ്സുകൾ എന്ത് ചെയ്യാൻ പോകുന്നു? റിവൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. മിസ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആടാ. ഈ ചാർട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഫ്രൂട്ട്സിന്റെ ഒക്കെ, അതിലില്ലേ ആനിമൽസ് ആൻഡ് ബേർഡ്സ് എന്ന് പറഞ്ഞ ഒരു ചാർട്ടില് ഒട്ടിച്ചാൽ മതിയോ? പിക്ചേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ബേർഡ്സ് ആനിമൽസ് എഴുതിയിട്ട് ഒരു ചാർട്ടിൽ ചെയ്താൽ മതിയോ? എന്തായാലും മതി. മുകളിൽ താഴെയായിട്ട് വേണം. ആ, മുകളിലും താഴെയായിട്ട്. ആ, ഓക്കെ. ചെയ്താൽ മതി. ഞാനപ്പോ ഒന്ന് റിവൈസ് ചെയ്യാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് എടുത്തത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തത്. എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് ഗ്രോത്ത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഡെവലപ്മെന്റും ഗ്രോത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ നമ്മൾ കുറെ ഹെൽപ്ഫുൾ ആണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് ദ ബോഡി ഓർ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ സ്പെസിഫിക് ആസ്പെക്ട് വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓവറോൾ ചേഞ്ചസ് റിസൾട്ട് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ഓവറോൾ ചേഞ്ചസിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. ഡെവലപ്മെന്റ് ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. മെച്ചുവേർഡ് ആണ്, അൺമെച്ചുവേർഡ് ആണ് എന്നൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. അത് ക്വാളിറ്റേറ്റീവ് ആണ്. ഒരു വ്യക്തിയുടെ ക്വാളിറ്റിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതൊരു ഏജ് എത്തുമ്പോൾ മെച്യൂരിറ്റി എത്തി കഴിയുമ്പോൾ അതോടെ സ്റ്റോപ്പ് ആവാൻ, സീസ് ചെയ്യാണ്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അൺസീസിങ് പ്രോസസ് ആണ്. ഒരിക്കലും എന്ത് ചെയ്യാനുള്ള സ്റ്റോപ്പ് ആവാത്തൊരു പ്രോസസ് ആണ് എന്ത്? ഡെവലപ്മെന്റ്. ഇറ്റ് വിൽ കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ ലൈഫ്. നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചൊരു നാരോ കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് തന്നെ ഒരു ചെറിയൊരു പാർട്ട്, ഫിസിക്കൽ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വൈഡർ കൺസെപ്റ്റ് ആണ്. കോംപ്ലിക്കേറ്റീവ് ടേംസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ്, മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല. ഫിസിക്കൽ, മോട്ടോർ, സോഷ്യൽ, ഇമോഷണൽ ഡെവലപ്മെന്റ് കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ എവിടെ വരുന്നത്? ഡെവലപ്മെന്റിൽ വരുന്നത്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ചിലപ്പോ ഗ്രോത്ത് ചിലപ്പോ ഡെവലപ്മെന്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഗ്രോത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാതെ ഇരിക്കാം. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലെങ്കിലും ഡെവലപ്മെന്റ് സംഭവിക്കാം. ഈ ഗ്രോത്ത് എങ്ങനെയാണ് ഡെവലപ്മെന്റ് കൊണ്ടുവരാ അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഗ്രോത്ത് ഒരു കുട്ടിനെ കണ്ടെങ്കിൽ നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ അവൻ ഒന്നിലേക്ക് ഡെവലപ്ഡ് ആയിരിക്കും. ഈ മാനസിക വെല്ലുവിളികളൊക്കെ നേരിടുന്ന കുട്ടിയാണെങ്കിൽ അവൻ അൺഡെവലപ്ഡ് ആയിരിക്കും. അത് ഗ്രോത്ത് ചിലപ്പോൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കാം. പക്ഷെ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഇല്ലെങ്കിലും നമുക്ക് ഡെവലപ്മെന്റ് എന്താണ്? പോസിബിൾ ആണ്. നമ്മൾ ചില കുട്ടികളെ കാണുമ്പോൾ പറയാറില്ലേ, അവൻ ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട്, അവൻ ഏജിനേക്കാൾ കൂടുതൽ, അവൻ ഗ്രോത്തിന്റെ ആ ടൈം ആയിട്ടില്ല, പക്ഷെ അവന് ഡെവലപ്മെന്റ് അക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രോത്ത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. പ്രിസർവബിൾ ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഡെവലപ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. കാനോട്ട് ബി മെഷേർഡ്. നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല. ഇന്നാള് മെച്ചുവേർഡ് ആണ്, മെച്ചുവേർഡ് അല്ല, ഇത്ര പോയിന്റ് മെച്ചുവേർഡ് ആണ്, ഇത്ര പോയിന്റ് മെച്ചുവേർഡ് അല്ല, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്? അക്യൂർ ചെയ്യുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാല് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷണൽ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഒക്കെ നോക്കി അതൊന്ന് റീഡ് ചെയ്താൽ മതി. അത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. The main factors that affect growth and development. Growth and development affect ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ ജനറ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സ് ആണ്. ഫിസിക്കൽ ഫീച്ചേഴ്സ്, കളർ ഓഫ് ദ സ്കിൻ, ഐസ്, ഹെയർ, ഷേപ്പ് ഓഫ് ദ നോസ്, ഇയേഴ്സ്, ഇതെല്ലാം നമുക്ക് ഹെറിഡിറ്ററി ഫാക്ടർ ആയിട്ട് കിട്ടുന്നതാണ്. ഹെറിഡിറ്ററി ഡിസീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്നതാണ്.
ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിലാണ് പ്രീനന്റൽ ആൻഡ് പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സ്. പ്രസവത്തിന് മുമ്പുള്ള അവസ്ഥയും പ്രസവാനന്തരമുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി പ്രീനന്റൽ ഫാക്ടർ ആണ് എന്താ പറയാ മെറ്റേണൽ ഹെൽത്ത്. അമ്മയുടെ ഹെൽത്ത് എങ്ങനെയാണ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ആ മെറ്റേണൽ ഹെൽത്ത്, അത് ആ ഒരു കുട്ടിയുടെ കോംപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. പിന്നെ മദറിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെയായിരുന്നു, മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു. മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്, ആ കുട്ടീനെ സ്വീകരിക്കാൻ അമ്മ റെഡി ആയിരുന്നു അല്ലയോ, പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ടോ. ഇനി അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ടോ, മറ്റെന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ. ഇതെല്ലാം കുട്ടിയുടെ ഹെൽത്തിനെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. പ്രീനന്റൽ ഫാക്ടേഴ്സ് ആണ് പ്രസവത്തിന് മുമ്പ് കുട്ടിയുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞത്. ഇനി പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സ് നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. കുട്ടിയുടെ ഫിസിക്കൽ, അവൻ ജനിച്ചതിന് ശേഷം അവന്റെ ഫിസിക്കൽ എൻവയോൺമെന്റ് ആ കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷനും ഡെവലപ്മെന്റും ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഫിസിക്കൽ എൻവയോൺമെന്റ്. കുട്ടി ജീവിക്കുന്ന ലിവിങ് കണ്ടീഷൻ, പ്ലേ സ്പേസ്, എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും ഇൽനെസ്സോ അസുഖങ്ങളോ ഉണ്ടോ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവന്റെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ എൻവയോൺമെന്റിൽ പറയുകയാണെങ്കിൽ പാരന്റിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടിയോടുള്ള പാരന്റിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, പാരന്റൽ ആറ്റിറ്റ്യൂഡ്, പിന്നെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലിയുടെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലി സ്ട്രക്ചർ, ലാർജ് സ്കെയിൽ ജോയിന്റ് ഫാമിലി ഓർ ന്യൂക്ലിയർ ഫാമിലി, ഏത് ടൈപ്പാണ് ഫാമിലി, സെക്സ് ആൻഡ് കൾച്ചർ, ഇതെല്ലാം സോഷ്യൽ ഫാക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അവന് പഠിക്കാനും അതേപോലെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിമെന്റ് ചെയ്യാനും അവന് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നുണ്ടോ, പോസിറ്റീവ് ഫീഡ്ബാക്ക്. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കണം. അതേപോലെ കുട്ടികൾക്ക് റീഡിങ്, സ്റ്റോറി ടെല്ലിംഗ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക്, ഡാൻസ്, ഡ്രാമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസിലൊക്കെ അവിടെ ഇൻവോൾവ് ചെയ്യണം. ഇനി മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പീരീഡുകളാണ് പറഞ്ഞത്. നമ്മുടെ ലൈഫ് എങ്ങനെയാണ്, എത്ര ക്രോമസോംസ് ആണ് ഫാദറിന്റെ മദറിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഫെർട്ടൈൽ സെല്ലിനെ എക്കോ സ്പെർമും കൂടി കമ്പൈൻ ഫെർട്ടൈൽ ആയിട്ടുള്ള ആ ഒരു സെല്ലിന്, സിംഗിൾ സെല്ലിന് നമ്മൾ എന്ത് പേരായിരുന്നു പറയുന്നത്, സൈഗോട്ട് എന്നാണ് പറയുന്നത്. ഈ ക്രോമസോംസില് 100 ഓഫ് ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് ഉണ്ട്. അതാണ് നമ്മുടെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത്. അതേപോലെ സാധാരണ എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ആണ് ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫാദറിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും, മദറിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും 23 ക്രോമസോംസ് ആണെങ്കിൽ ഫാദറിന്റെ ഭാഗത്ത് നിന്ന് മേ ബി 23 ക്രോമസോംസ് എക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ 23 എക്സ് ആൻഡ് 1 വൈ ക്രോമസോം ആണ്. അതാണ് കുട്ടി മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്ന എൻഡ് ഓഫ് ദി സെക്കൻഡ് വീക്ക് ആണ്. കൺസെപ്ഷൻ ടു എൻഡ് ഓഫ് ദി സെക്കൻഡ് വീക്കിനെയാണ് നമ്മൾ പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. നമ്മള് എന്താണ് കൺസെപ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചാർട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. പീരീഡ് ഓഫ് എംബ്രിയോന്റെ പീരീഡുകൾ നോക്കാം. പീരീഡ് ഓഫ് ഫീറ്റസ് ഏതാണ്, ആ പീരീഡ്, ടൈം പീരീഡ്, ബേബി അറ്റ് ബർത്തിൽ എത്ര kg പൗണ്ട്സ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് കൂടി നോക്കാം. നമ്മള് ഏതാണ് ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. പിന്നെ നമ്മൾ എടുത്തത് ലാസ്റ്റ് ക്ലാസ്സിൽ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ആ ഒരു പീരീഡുകളും ആ ഒരു ഷിഫ്റ്റും, എപ്പോഴാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് കൂടുതലായി ഫാസ്റ്റ് ആയിട്ടുള്ളത്, എപ്പോഴാണ് പീരീഡ് ഓഫ് ഫിക്സേഷൻ, കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി വെയിറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ആ വെയിറ്റും കാര്യങ്ങളൊന്നും കാണാപ്പാടം പഠിക്കണമെന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു അഡൾട്ടിന്റെ 90% ഓഫ് ബ്രെയിൻ വെയിറ്റ് ഉണ്ടാവും. കുട്ടികൾ ഏത് ഏജ് മുതലാണ് ടോയ്ലറ്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത്, നൈറ്റില് 4 years മുതലാണ്. കുട്ടികളിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക, പസിൽസ്, ബ്ലോക്സ്, സോർട്ടിംഗ് ബട്ടൺസ്, ബീഡ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് സംഭവിക്കും. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഒക്കെ കൂടുതലായിട്ട് സംഭവിക്കും. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റും അതിന് ഓരോന്നിനും അതിൻ്റെതായ പേരുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ് എന്താണ്, ലാർജ് ടു സ്മോൾ ട്രെൻഡ് എന്താണ്, സെഫലോകോഡൽ ട്രെൻഡിന്റെ മറ്റൊരു നെയിം എന്താണ്,
ഇതെല്ലാം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പോ ആ ട്രെൻഡുകൾ നന്നായിട്ട് നോക്കണം. ദെൻ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത റോൾ ഓഫ് ടീച്ചറിങ് എന്താണ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു. ഇതിൽ ട്രെൻഡുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. മാസ്റ്റർ ഒന്നും കൂടി ഞാൻ പറയാം, പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്. മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുമ്പോൾ കുട്ടികളെ ഏർലി സ്റ്റേജസിൽ കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മാക്സിമം എന്ത് വേണം, എനർജി വേണം. പിന്നീട് അവർ വലുതാവുന്നതിനനുസരിച്ച് അത്രയും എനർജി വേണ്ടത് എല്ലാവരും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ലാർജ് ടു സ്മോൾ ട്രെൻഡ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ലാർജ് മസിൽസ് ആണ് ആദ്യം എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കൈവരിക്കുന്നത്. പിന്നീടാണ് സ്മോൾ മസിൽസിലേക്ക് ആ കൺട്രോളും കോർഡിനേഷൻ വരുന്നത്. സെഫലോ കോഡൽ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് എന്നാണ് അതിന്റെ മറ്റൊരു നെയിം. വെച്ചാൽ ആദ്യം ഹെഡ് റീജിയൻ ആയിരിക്കും ഡെവലപ്പ് ആവുന്നത്, പിന്നീടാണ് ഫുട്ട് റീജിയനിലേക്ക് ഡെവലപ്മെന്റ് പാസ് ചെയ്യുന്നത്. പ്രോസിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ സെൻട്രൽ പാർട്സ് അല്ലെങ്കിൽ സെൻട്രൽ പാർട്സിലാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, പിന്നീടാണ് ഔട്ടർ പാർട്സിലേക്ക് ഡെവലപ്മെന്റ് വരുന്നത്. ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ബൈലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം ആണ്, പിന്നീടാണ് അവൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സൈഡിലേക്ക് മാറുന്നത്, യൂണിലാറ്ററൽ ആയിട്ട് മാറുന്നത്. അവരുടെ കംഫർട്ടിനനുസരിച്ചിട്ടാണ്. മാക്സിമം ടു മിനിമം ട്രെൻഡും മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡും ഏകദേശം മാച്ച് ആണ്. കാരണം ഒരു കുട്ടി ആദ്യം അവരുടെ മസിൽസ് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എനർജി വേണം, പിന്നീട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വലുതാവുമ്പോൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഒരു മിനിമം എനർജി മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആ ചാപ്റ്ററിൽ നോക്കിയത്. ദെൻ ഫസ്റ്റ് ഓർഗൻ ഡെവലപ്പ് ഇൻ ആൻഡ് ഹ്യൂമൻ ബോഡി. ഫസ്റ്റ് എന്താണ് ഇന്റേണൽ ഓർഗൻ ദാറ്റ് ഡെവലപ്പ് ഇൻ ആൻഡ് ഹ്യൂമൻ ബോഡി ഏതായിരുന്നു? ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഏതാണ് ഫസ്റ്റ് ഓർഗൻ? ഹാർട്ട്. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് ഇന്റേണൽ ഓർഗൻ ഡെവലപ്പ് ഇൻ ആൻഡ് ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ ഹാർട്ട് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. ഈ രണ്ട് ചാപ്റ്ററിന് എന്തായാലും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഞാൻ 3 ചാപ്റ്റർ പിന്നെ റിവൈസ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടുമോന്ന് എനിക്ക് അറിയില്ല. കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ഒന്നും കൂടി റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ സൂപ്പർ ഹീറോസിന്റെ സ്റ്റോറീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ആ ചാപ്റ്റർ ആക്റ്റീവ് വർക്കും കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. സൈൻ ഔട്ട് ആരാ പറയുന്നത്? പറഞ്ഞു. Thank you, my dear friends, and Aparna ma'am joined with me. Today's class, ma'am explained us to social development of an infant from birth to every month of growth, the social development influencing the overall activities of the child. The family play main role to the infant's growth. Hope we are listening the class with great pleasure. Once again, thanks, ma'am, and my dear friends. Thank you. Thank you all.